ഹായ് ഫ്രണ്ട്സ്, മോഡേൺ അലൂമിനിയത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വുഡ് ആൻഡ് ഫിനിഷ് വാർഡ്രോപ്പിൻ്റെ 4th പാർട്ടാണ്. അതേപോലെ തന്നെ ഇന്ന് നെക്സ്റ്റ് ഒരു വാർഡ്രോപ്പാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 3 പാർട്ടിലൂടെ ഒരു വാർഡ്രോപ്പ് ഫുള്ള് സെറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഫുള്ള് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ അടുത്തൊരു വാർഡ്രോപ്പിൻ്റെ സെറ്റിംഗ് ആണ്. ആ വീട്ടിൽ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ വാർഡ്രോപ്പും അതേപോലെ കിച്ചൺ കബോർഡും ഒക്കെ ചെയ്ത സെയിം ആ സൈറ്റ് തന്നെയാണ്. അപ്പോൾ ഇത് വേറൊരു മോഡലാണ്. ഒരു ഫ്ലാറ്റ് വന്നിട്ട് കർവ് ഡിസൈനാണ്. അപ്പം ഇതിൻ്റെ സെറ്റിങ് ഫുള്ളായിട്ട് നമ്മളതിൻ്റെ കഴിഞ്ഞ വീഡിയോ പോലെ ചെയ്യുന്നില്ല. ജസ്റ്റ് കുറേയൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ട് അതിൻ്റെ ഫ്രെയിം ഉറപ്പിക്കുന്നതും ബാക്കി ഷീറ്റിൻ്റെ ഒക്കെയാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 3 പാർട്ടിലും നമ്മൾ ഏകദേശം ക്ലിയറായിട്ട് നമ്മൾ ആ വർക്കിൻ്റെ ഫുള്ള് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവർ ഫുള്ള് കാണാൻ ശ്രമിക്കുക, ഇത് കണ്ടിട്ട് ഇത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഈ അലമാരിയുടെ വൺ സൈഡ് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്രോസ് പീസ് എല്ലാം. ഇനി ഫ്രണ്ടാണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലീറ്റൊക്കെ ഉറപ്പിച്ച് ബാക്കി സൈഡിൽ F ചാനലൊക്കെ അടിച്ച് നമുക്ക് അതിൻ്റെ ഷീറ്റും ഡ്രോയറും ഒക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഫുള്ള് വീഡിയോ കാണാം. അപ്പോൾ ഇതൊരു നല്ല ഡിസൈനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തേക്കുന്നത്. അപ്പം അതിൻ്റെ ഫുള്ള് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഫിനിഷിംഗ് വർക്ക് വരെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വാർഡ്രോപ്പിൻ്റെ സെറ്റിങ് നമ്മൾ ഫുള്ളായിട്ട് എടുത്തുകൊണ്ടാണ് ഇതിൻ്റെ സെറ്റിങ് ഫുള്ളായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് എല്ലാം ക്ഷമിക്കുക. അപ്പം ഇതേപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വാർഡ്രോപ്പിൻ്റെ വേറൊരു വർക്ക് കൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മളത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് മാത്രമേ ആ വീഡിയോയിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതേപോലെ വേറൊരു കിച്ചൺ വർക്കിൻ്റെ ഇതും നമുക്ക് വുഡൻ കളറിൽ ചെയ്യാനിപ്പം ഓൾറെഡി മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. കാരണം ഞങ്ങൾ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഞങ്ങളുടെ മൊബൈലിൽ ഒരു ഗിംബൽ സെറ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഗിംബൽ കംപ്ലൈൻ്റ് ആയി. ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അത് കംപ്ലൈൻ്റ് ആയത്. അപ്പോൾ അത് സർവീസ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഇല്ലെന്നാണ് കമ്പനിയിൽ വിളിച്ചപ്പം അറിഞ്ഞത്. ഓസ്മോ DJ3 എന്നാണ് ആ ഗിംബലിൻ്റെ പേര്. അപ്പം ബ്ലോഗേഴ്സൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഗിംബലാണ്. അത് ഞാൻ യൂട്യൂബിലും അതേപോലെ നെറ്റിലും ഒക്കെ കണ്ടിട്ടാണ് അത് പർച്ചേസ് ചെയ്തത്. അപ്പം ഇത്രയും പെട്ടെന്നത് കംപ്ലൈൻ്റ് ആവുമെന്ന് വിചാരിച്ചില്ല. ഏകദേശം 3 മാസം ആയതേ ഉള്ളൂ നമ്മളത് വാങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ സർവീസ് സെൻറ്റർ നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഞങ്ങളുടെ കമൻറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് കൊടുത്താൽ വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ തുടർന്ന് നമുക്ക് മേക്കിംഗ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ഗിംബൽ അത്യാവശ്യമാണ്. ക്ലിയറായിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ അതുണ്ടെങ്കിലേ കഴിയുള്ളൂ. ഇനിയുള്ള വീഡിയോസൊക്കെ ലേറ്റായി ഞങ്ങളോട് ക്ഷമിക്കുക. അപ്പം അതെങ്ങനെങ്കിലും ശരിയാക്കിയതിന് ശേഷമേ നമുക്ക് വീഡിയോസ് എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മുടെ വാർഡ്രോപ്പിൻ്റെ സെറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട് എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള കാര്യമേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ 3 വീഡിയോയിലും ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഈ വീഡിയോയിലും നമ്മൾ ചെയ്തേക്കുന്നത്. വേറെ എക്സ്ട്രാ വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ എല്ലാവർക്കും കണ്ട് മനസ്സിലാക്കാം. അപ്പം കൂടുതൽ ഞാൻ പറഞ്ഞ് ബോറാക്കുന്നില്ല. എല്ലാവരും വീഡിയോ കണ്ട് മനസ്സിലാക്കുക.
നമ്മളതിൻ്റെ സെറ്റിങ്ങൊക്കെ ഏകദേശം ഫിനിഷിങ് ആവാറായി. ഇനി അതിൻ്റെ ഡോർ സെറ്റിങ്ങും ഡ്രോയറും ഒക്കെ സെറ്റ് ചെയ്ത് അത്രയും വർക്കൂടെ ഉള്ളൂ. അപ്പം ഇത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഗിംബൽ കംപ്ലൈൻ്റ് ആയത്. അപ്പം ബാക്കി വീഡിയോ ഞങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത് ശരിയായി കിട്ടിയാലേ നമുക്കിനി അടുത്ത മേക്കിംഗ് വീഡിയോസൊക്കെ എടുക്കാൻ കഴിയുള്ളൂ. എല്ലാവരും ദയവായിട്ട് ക്ഷമിക്കുക. നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാൻ ഞങ്ങൾ നേരത്തെ കുറച്ച് വീഡിയോസൊക്കെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു കിച്ചൺ കബോർഡിൻ്റെ വർക്കൊക്കെ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ വീടിൻ്റെ മേക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഈ സമയത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും അത് കാണാൻ ശ്രമിക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ് ഏകദേശം കഴിയാറായി. ഇനി ഡോറും ബാക്കി ഹാൻഡിൽ സെറ്റിങ്ങും ഒക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത വീഡിയോ നമ്മൾ കഴിഞ്ഞ 2-3 പാർട്ടായിട്ട് ചെയ്തതിൻ്റെ ഈ വാർഡ്രോബിൻ്റെയും ഫുള്ള് വീഡിയോ ആയിട്ട് നമ്മളത് ശരിയായതിന് ശേഷം എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി. അപ്പോൾ ഇത് കഴിഞ്ഞ് ഫുള്ള് ഫിനിഷിംഗ് ആയ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മോഡലിലാണ് നമ്മളിത് ഫിനിഷ് ചെയ്തതിന് ശേഷം ഇതേപോലെയാണ് ഫുള്ള് ഫിനിഷ് ചെയ്ത ഒരു എൻ്റെ ഫോട്ടോസൊക്കെയാണ്. ഇനി അതിൻ്റെ സൈഡിൽ ഗ്ലാസ് ഇവിടെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ വർക്ക്, ഈ അലമാരിയുടെ വർക്കും ഏകദേശം കംപ്ലീറ്റ് ആയി. അപ്പം തുടർന്നും നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വാർഡ്രോബാണ്. ഇതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ട വാർഡ്രോബ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ.